ഇവരെ കൊണ്ട് ഈ പണി നടക്കില്ല. ഇതേപോലെ ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന് ഗോകുവ വിളിക്കാനും വൃത്തികേട് പറയാനും അല്ലാതെ ഈ സാധനങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഇവിടെ ഒരു അദ്ദേഹം വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരിന് നേരെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ് വെച്ചിട്ടുള്ളത്. ഇവനാരാ? വടിവേലു പഴുത്ത പോലുണ്ടല്ലോ. അദ്ദേഹം എന്ത് രാഷ്ട്രീയമാണ് നിരീക്ഷിക്കുന്നത്? ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കല്ല, അദ്ദേഹത്തിന്റെ വാദത്തെ മുൻനിർത്തിയാണ് എന്റെ ചോദ്യം. എന്ത് രാഷ്ട്രീയമാണ് ഇദ്ദേഹം നിരീക്ഷിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ പേരിന് നേരെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് മാറ്റി സംഘി എന്ന് എഴുതി വെക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതൊരു അധിക്ഷേപമായി അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ തന്നെ സ്വീകരിച്ചുകൊള്ളുക. ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കുന്ന സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയം കാവിക്കളർ കുപ്പായ ഊട്ടി ചാനലിൽ വന്ന് പറയുന്നയാളെ ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് വിളിച്ചുകൊണ്ട് ഈ ചാനലിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഈ ദേശീയ മാധ്യമങ്ങളെ വിമർശിക്കാനുള്ള നിങ്ങളുടെ സാധ്യതയെ തന്നെ ക്യാൻസൽ ചെയ്യാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. ഇത്തരം ആളുകളൊന്നും രാഷ്ട്രീയ നിരീക്ഷകരല്ല, അവൻ RSSകാരാണ്, സംഘികളാണ്. അംബേദ്കർ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി, അദ്ദേഹം ഈ രാജ്യത്തെ വിഭാവനം ചെയ്തത് ഒരു സ്ഥിതി സമത്വ പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക് ആയിട്ടാണ്. അല്ലാതെ ഇന്ത്യ ഒരു പശുരാഷ്ട്രമായിട്ടല്ല, ഒരു ചാണക രാഷ്ട്രമായിട്ടല്ല. ഇന്ത്യ ഒരു വർഗീയ ഹിന്ദുത്വ രാഷ്ട്രമായിട്ടല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ വിഭാവനം ചെയ്തത്. നിങ്ങൾ അതിര് കിടക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ആൻഡമാനിലെ ജയിലിൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി കൊടുക്കുകയായിരുന്ന ആചാര്യന്മാർ സ്ഥാപിച്ച RSSകാര് ഇന്ന് ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരെ, മതന്യൂനപക്ഷങ്ങളെ എന്താണ് മതേതരത്വം എന്ന് പഠിപ്പിക്കുക. എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. നിങ്ങൾ ആ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് നേരെ, യുവാക്കൾക്ക് നേരെ വന്നാൽ സമരം എന്താണെന്ന് ഈ നാട് കാണിച്ചു തരും. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ആര്യ എന്നെ നേരിട്ടാണ് വിളിച്ചത്. ഇവിടെ നിന്ന് മാതൃഭൂമിയിൽ നിന്ന് RSSന്റെ കാര്യാലയത്തിലേക്കോ അല്ലെങ്കിൽ ഇവിടെ എന്താണ് മാരാർജി ഭവനിലേക്കോ വിളിച്ചിട്ട് നിങ്ങളുടെ ഒരു പ്രതിനിധിയെ വിട്ടു തരണം എന്നല്ല പറഞ്ഞത്. കുട്ടികളോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ചാനൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന ഒരാൾക്ക് അയാൾക്കെന്ത് രാഷ്ട്രീയമാണുള്ളത്? മിസ്റ്റർ സാദിഖ്, എനിക്ക് നല്ല വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞു ഒന്നിന് തന്നെയാണ് ഞാൻ വരുന്നത്. കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും റെപ്രസെൻ്റ് ചെയ്തല്ല വരുന്നത്. പക്ഷേ എനിക്ക് എൻ്റേതായ വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഞാൻ പറയുകയും ചെയ്യും. രാഷ്ട്രീയ പാർട്ടികളുടെ ലേബലിൽ വരുന്നവർക്ക് മാത്രമേ ഇവിടെ രാഷ്ട്രീയം പറയാൻ പാടുള്ളൂ എന്നൊക്കെ തിട്ടൂരമിറക്കിയാൽ പോയി പണി നോക്ക് എന്ന് തന്നെ പറയുള്ളൂ. എനിക്ക് രാഷ്ട്രീയമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ഇവരെ BJP എന്നോ RSS എന്നോ ഒക്കെ വിശേഷിപ്പിക്കാന്ന് പറഞ്ഞാൽ RSSോ BJPയോ എന്നെ ഈ പണി ഏൽപ്പിച്ചിട്ടില്ല. ഒരു സ്വതന്ത്ര വ്യക്തിക്ക് ഈ നാട്ടിൽ ഇഷ്ടമുള്ള രാഷ്ട്രീയവും ഇഷ്ടമുള്ള ആദർശവും പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദ്യം കഴിഞ്ഞാൽ പോയി പണി നോക്ക് എന്ന് തന്നെ പറയും. അത് തന്നെ മിസ്റ്റർ മുഹമ്മദ് സാദിഖിനോടും ഞാൻ പറയുന്നു. പോയി പണി നോക്കണം മിസ്റ്റർ. എനിക്കിഷ്ടമുള്ളത്, എനിക്ക് സൗകര്യമുള്ള രാഷ്ട്രീയം ഞാൻ സൗകര്യമുള്ള പ്ലാറ്റ്ഫോമിൽ പറയണ്ട, അത്രയേ ഉള്ളൂ. ഇവിടെയും പറയും, ഇവിടെയും നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നു, പോയി പണി നോക്കണം മിസ്റ്റർ. എനിക്ക് സൗകര്യമുള്ളത് ഞാൻ പറയും. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അത്ര പറഞ്ഞാൽ കേട്ടിരിക്കാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല. ഓ, കേൾക്കണ്ട, ഇയാള് സൗകര്യപ്പെടുവോ? പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത്. തിരുവനന്തപുരത്തിന് പോകുന്നില്ലയോ? ആ ഫ്ലോ അങ്ങ് പോയി. ഇവിടെ ഈ വിദ്യാർത്ഥി സംഘടനകളുടെയും യുവസംഘടനകളുടെയും ഒക്കെ വേഷം കെട്ടി ഇവിടെ വന്ന് ഈ ചാനൽ ഫ്ലോറിൽ ഇരുന്ന് ഗോഗോ പറയുന്ന ഒറ്റ ഒരെണ്ണത്തിന് ഒരു മനുഷ്യർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ അവരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടോ ആണ് ഇവർക്ക് തന്നെ അറിയാം ഞങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഒച്ച വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുമായിട്ട് കേൾക്കാനുമില്ല. അതുകൊണ്ടാണ് ഇവർക്ക് നിവർത്തിയില്ലാതെ ഇപ്പോൾ ഈ പാറ്റകളുടെ ചിറകിനടിയിൽ ഒളിക്കേണ്ടി വരുന്നത്. ഇവരുടെ വാദപ്രകാരം എന്താണ് ആര്യ? ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല തകർന്നു, സാമ്പത്തിക മേഖല തകർന്നു, സാമൂഹ്യ മേഖല തകർന്നു. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്.
അതിഭീകരമായ വർഗീയത ലോകം മുഴുവനും നാണം കെട്ട് നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തുള്ളത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഒരു പ്രക്ഷോഭം നയിക്കാനോ തെരുവിലിറങ്ങാനോ പ്രക്ഷോഭം നയിക്കാനോ ഈ സർക്കാരിനെ താഴെ ഇറക്കാനോ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇവരെ കൊണ്ട് കൊള്ളില്ല. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. ഇവരെ കൊണ്ട് ഈ പണി നടക്കില്ല. ഇതേപോലെ ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന് ഗോകുവ വിളിക്കാനും വൃത്തികേട് പറയാനും അല്ലാതെ ഈ സാധനങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള അരാഷ്ട്രീയ വാദങ്ങൾ ഉയർത്തുന്ന ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് ജനശ്രദ്ധ കിട്ടുന്നത്. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതല്ലേ സഭ ഇങ്ങനെ അഖിലേന്ത്യാ തലത്തിൽ പടർന്ന് പന്തലിച്ച് അവരൊന്ന് ഊതിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി അവരുടെ മൂക്കിൽ കൂടെ കയറിപ്പോകുന്നാണല്ലോ ഇവർ ഈ അവകാശപ്പെടുന്നത്. എന്ത് പറ്റി? നിങ്ങളുടെ മൂക്കിന് വലിപ്പം കുറഞ്ഞു പോയോ? അതല്ല ഉദ്ദേശം. 12 കൊല്ലമായി ഇവിടെ നരേന്ദ്രമോദി ഭരിക്കുന്നു. ഇവർക്കൊരു രോമത്തെ തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൂടി എന്നാ പറയും വാരണസിയിൽ ഭൂരിപക്ഷം കുറച്ചു, BJPയുടെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. പക്ഷെ നരേന്ദ്രമോദി BJP ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് 12 വർഷമായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവരെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്താ ഉറക്കം വരുന്നു. ഒരു രോമത്തെ തൊടാൻ കഴിഞ്ഞിട്ടില്ല, ഒട്ട് കഴിയുകയുമില്ല എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ ഈ പാർട്ടികളുടെ പുറകെ പോകേണ്ട ഗതികെട്ട അവസ്ഥ വന്നിരിക്കുന്നത്. ഗതികേട് മാത്രമാണിത്, അല്ലാതെ വേറൊന്നുമല്ല. നിനക്ക് ഞാനില്ല.